ഹാപ്പിയാണ്. ഞങ്ങൾ ഇത്ര ഒരുങ്ങി മേക്കപ്പൊക്കെ ഇട്ട് ഒരു കല്യാണ വീട്ടിലോട്ടാണ് പോകുന്നത്. രാവിലെ എത്തണമെന്നായിരുന്നു, പക്ഷെ ഇറങ്ങിയപ്പോൾ കുറച്ച് ലേറ്റായിപ്പോയി. ഒരു ഉച്ചരയായിപ്പോയി. വണ്ടി അത്യാവശ്യം നല്ല ബ്ലോക്കും കിട്ടി. അതുകൊണ്ട് പിന്നെ തീരുമാനമായി. അവിടെ ഉള്ളവരൊക്കെ വിളിച്ചുകൊണ്ടേ ഇരിക്കും, നിങ്ങൾ എത്തിയില്ലേ. അങ്ങനെ അവിടെ എത്തിയിട്ട് പിള്ളേരെല്ലാം കൂടെ എൻജോയ് ചെയ്യാൻ തുടങ്ങി. ഹൽദിക്കുള്ള ഒരുക്കങ്ങളായി. ചിക്കിരി യെല്ലോ ഡ്രസ്സ് ഇടുന്നുണ്ട്, ആമിക്ക് യെല്ലോ ഡ്രസ്സ് തന്നെ ഇടണം. അവരൊരുപോലെ വേണം ഇരിക്കാൻ. അപ്പം ഞാൻ ആമിക്കൊരു യെല്ലോ ഡ്രസ്സ് ഇത് ഫസ്റ്റ് ക്രൈയിൽ നിന്ന് വാങ്ങിച്ചാണ്. അപ്പം ആമിക്കൊരു യെല്ലോ കണ്ണാടിയും കൂടെ കിട്ടി. എന്നിട്ട് എന്നോട് ചോദിക്കുക സുന്ദരിയായോ എന്ന്. പൊട്ടിട്ടില്ല ആമി, അത് തൊടുമ്പോൾ ഇല്ലല്ലേ. അങ്ങനെ ഇവരെ മേക്കപ്പ് ഒക്കെ ഇടിയിപ്പിച്ച് നമ്മുടെ വേദൂസിനെ നമ്മൾ യെല്ലോ ഡ്രസ്സ് ഇട്ടേ. ആമി ചേച്ചിയും ചിക്കിരി ചേച്ചിയൊക്കെ യെല്ലോ ഡ്രസ്സ് ഇടുമ്പോൾ വേദു യെല്ലോ ഡ്രസ്സ് ഇട്ടില്ലെങ്കിൽ അതൊരു മോശക്കേടല്ലേ. അപ്പോൾ വേദു യെല്ലോ ഡ്രസ്സ് ഇട്ട് ഒരുങ്ങിയാണ് ഹൽദി കൂടാൻ ഇരിക്കുന്നത്. കല്യാണ വീടുകളിലൊക്കെയുള്ള സ്ഥിരം പാട്ട് എല്ലാവർക്കും അറിയാമല്ലോ. ആ പാട്ടൊക്കെ ഇട്ട് ഇതാണ് പെൺകുട്ടിയുടെ ഫാമിലി. ഭയങ്കര സന്തോഷമായിട്ട് അവർ ഹൽദിയൊക്കെ ഇടിപ്പിച്ചു. അങ്ങനെ ബ്യൂട്ടീഷ്യൻ വന്ന് പെൺകുട്ടിയെ ഒരുക്കുന്നു. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഇത് പെൺകുട്ടിയല്ല, പെൺകുട്ടിയുടെ അനിയത്തിയാണല്ലോ ഒരുങ്ങുന്നത്. അങ്ങനെ നമുക്ക് ആദ്യം ദക്ഷിണയാണ് കൊടുക്കുന്നത്. ഞാൻ എന്തിനാണോ ദക്ഷിണയ്ക്ക് ഇത്രയും റെഡിയായിട്ട് നമുക്ക് ഡാൻസും പാട്ടും ഒക്കെ ഉണ്ട്. അതിനാണ് ഇതാണ് ഞാൻ തൃപ്പൂണിത്തറ സർട്ടിഫിക്കേഷനുള്ളത്. കാത്തിരിപ്പിനൊടുവിൽ ആമിക്ക് അവസരം കിട്ടി ഡാൻസ് കളിക്കാൻ. അവരെക്കാൾ കൂടുതൽ ഡാൻസ് കളിക്കുന്ന ഇവർ രണ്ടുപേരും ആണല്ലോ ഭഗവാനെ. ഇതൊക്കെ കണ്ട് സഹിക്കാൻ വയ്യാതിരിക്കുന്നത്.